വൈറ്റ് ആണ് സാരിയുടെ, ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കളർ പാലറ്റ് വരുന്നത്. അതിൽ നല്ല ഡിഫറെന്റ് പാറ്റേണിൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. ഇതിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്, വൈറ്റ് വിത്ത് ലാവൻഡർ ആണ്, ഒരു ലൈലാക്ക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് ഒരു കോമ്പിനേഷൻ. ഫാബ്രിക് വിസ്കോസ് ഓർഗൻസ ആണ് ഫാബ്രിക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ ഫുൾ സാരിയിലും രണ്ട് സൈഡിലും അപ്പറും ലോവറും വരുന്നത് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്. സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കും, വൈറ്റിൽ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ഒരു ബോർഡർ വരുന്നത്. അതിന് എഡ്ജ് ഫിനിഷ് ചെയ്യുന്നതും ഈ ഒരു പാറ്റേണിലായിരിക്കും ആ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ആ ഫ്ലോറൽ ഡിസൈൻസ് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു ഷേപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. മുന്താണിയും സെയിം പാറ്റേൺ തന്നെ, ഇതേ വർക്ക് തന്നെയായിരിക്കും പല്ലുവിലും വരുന്നത്. നല്ല പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്, പക്ഷേ സഫിഷ്യൻ്റ് അല്ല, ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിൽ ഫുൾ ബോഡിയിലും ആ ഒരു ലാവൻഡർ ടോണിൽ തന്നെ ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിന്റെ ആ ഒരു സ്ലീവ് പോർഷൻ വരുമ്പോഴും നല്ല തിക്കായിട്ടായിരിക്കും ഒരു ഫ്ലോറൽ പാറ്റേണിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. പക്ഷേ ഒരു 50 സെന്റിമീറ്റർ 60 സെന്റിമീറ്ററേ ബ്ലൗസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് സാരി വീണ്ടും ആ ഒരു ഓഫ് ക്രീം ആണ്, ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഓഫ് ക്രീം ആണ് സാരിയുടെ ബോഡി വരുന്നത്. നല്ലൊരു ടീൽ ഗ്രീൻ ആണ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. വിസ്കോസ് ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക്, നല്ല ഫ്ലോയി ആയിട്ട് ബോഡി ഹഗിങ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഇതായിരിക്കും ഫുൾ ബോഡി, ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്, ടർക്കോയിസ് ബ്ലൂ ആണ് കോമ്പിനേഷൻ. ഓഫ് ക്രീം വിത്ത് ബ്ലൂ ആണ്, സെയിം സ്റ്റൈൽ തന്നെ ആയിരിക്കും. ബോഡി പ്ലെയിൻ വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക വിത്ത് റണ്ണിങ് ബ്ലൗസ്. ലാവൻഡർ, ഓഫ് വൈറ്റ് ഓഫ് ക്രീം വിത്ത് ലാവൻഡർ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം ഡിസൈൻ തന്നെ കേട്ടോ വരുന്നത്, അതേ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും. നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ്, ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. ബോഡി വരുന്നത് പ്ലെയിൻ ആയിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വരുന്നത്, സെയിം അതേ ഡിസൈൻ തന്നെ. സോഫ്റ്റ് സിൽക്ക്, സോഫ്റ്റ് വിസ്കോസ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വിസ്കോസ് ഓർഗൻസയിലും വന്ന വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാം, അതിൽ ഓഫീസ് വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഓഫ് ക്രീമിൽ കോറൽ പീച്ച് ആണ് സാരിയുടെ കോമ്പിനേഷൻ, അതേ സ്റ്റൈലിൽ തന്നെ. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. വളരെ ബോഡി ഹഗിങ് ആയിട്ട് ഓർഗൻസ ആയിട്ട് തന്നെ അറിയാലോ, ആ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഡബിൾ സൈഡ് ബോർഡർ, സെയിം സ്റ്റൈൽ പല്ലു. സാരിയുടെ ബ്ലൗസ് വരുന്നത് നല്ല പാറ്റേണിലാണ്, പക്ഷേ ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നമുക്ക് രണ്ട് സ്ലീവിൽ ആ ഒരു ബ്ലൗസ് വെച്ചിട്ട് പ്ലെയിൻ ബോഡി അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.